ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ജർമ്മൻ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാം എന്നുള്ള സിമ്പിൾ ടിപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്, എത്ര നേരമുണ്ട്, അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കയറി കാണുക, അതനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മളിവിടെ പറയുന്ന ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് കാർഡ് മെത്തേഡാണ്. ഫ്ലാഷ് കാർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, അതായത് ഫസ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് വൊക്കാബുലറി പഠിക്കാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്ലാഷ് കാർഡ് മെത്തേഡ്. അതായത് നമുക്കൊരു കാർഡ് എടുക്കുക, കാർഡിൻ്റെ ഒരു പേജിൽ നമ്മൾ വേർഡ് എഴുതുക, അതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ മീനിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എഴുതുക, എന്നിട്ട് പഠിക്കുക. ഒരു ഡെയിലി ഒരു 10 വേർഡ് അല്ലെങ്കിൽ 5 വേർഡ് പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ്. അപ്പോൾ അതിനൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിഷ്വൽ മെമ്മറി നമുക്ക് ഹെൽപ്പ് ചെയ്യും ആ വൊക്കാബ് ഓർത്തിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ പെട്ടെന്ന് തന്നെ നമുക്ക് അത് പറയാനും അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ ടിപ്പാണ് ലിസണിങ് അല്ലെങ്കിൽ റീഡിങ്. ലിസൺ ചെയ്യുക. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലിസൺ ചെയ്യുന്നതിലൂടെ നമുക്ക് 2 കാര്യങ്ങളാണ് ബെനിഫിറ്റ് ഉള്ളത്. ഒന്നാമത്തത് നമുക്ക് ആ ഒരു വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മളത് കേട്ട് വൊക്കാബ് പഠിക്കുവാണ്, വേർഡ്സ് പഠിക്കുവാണ്. ഓക്കെ, 2 രീതിയിലുള്ള ബെനിഫിറ്റാണ് ലിസണിങ്ങിൽ നിന്നുമുള്ളത്. അപ്പം ഏറ്റവും വലിയ ഒരു ടിപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫ്ലാഷ് കാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിൽക്കുന്നത് പോഡ്കാസ്റ്റുകളാണ്. അതായത് നമ്മുടെ യൂട്യൂബിൽ കുറേ പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. ഡെയിലി വ്ലോഗ് അതുപോലെ അല്ലെങ്കിൽ ഡെയിലി കോൺവെർസേഷൻ അല്ലെങ്കിൽ A1 A2 അല്ലെങ്കിൽ ബിഗിനർ ഇൻ്റർമീഡിയറ്റ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഏത് സെക്ഷനാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ നിങ്ങൾ ഒരു ചെറിയൊരു 30 മിനിറ്റ്സ് ഉള്ളത് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഉള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു വീക്ക് സെയിം തന്നെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഹിയറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രൊനൗൺസിയേഷനും നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ വൊക്കാബും ഇമ്പ്രൂവ് ആകും. കാരണം നമ്മൾ ആ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ അത് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫ്ലാഷ് കാർഡ് രീതിയിൽ നോട്ട് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം അതിൻ്റെ ബാക്കിൽ നമുക്ക് മീനിങ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കൂടെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോണസ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും സബ്സ്റ്റൈൽസ് ആഡ് ചെയ്യുക. നമ്മൾ സബ്സ്റ്റൈൽസ് ആഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ കാണുവാണ്. ജർമ്മൻ ആണെങ്കിൽ ജർമ്മൻ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏത് വേർഡാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അവർ പറയുന്നതെന്ന് നമുക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ വൊക്കാബ് അറിയാൻ പറ്റും, സ്പെല്ലിങ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ടിപ്പാണ് നമ്പർ 4. 4ാമത്തെ ടിപ്പ് വരുന്നത് വേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ തേമാസ്. നമ്മളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക. അതായത് ഫുഡോ ട്രാവലോ ഷോപ്പിങ്ങോ ഹെൽത്തോ അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനോ എന്ത് വേണേലും ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യുക. ഒന്നെങ്കിൽ എഴുതി നോക്കുക അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുക. നമ്മൾ മിററിന് മുമ്പിൽ ചെന്ന് സ്പീക്ക് ചെയ്യുക. എങ്ങനെ വേണം ചെയ്യാൻ നമ്മൾ പഠിച്ച വൊക്കാബ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണിത്. ഏത് വാക്കാണെങ്കിലും ആ വാക്കിനെ നമ്മൾ സെൻറ്റൻസായിട്ട് ഫോം ചെയ്തിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാലേ നമുക്കത് എഫക്റ്റീവ് ആവുകയുള്ളൂ. ഒരിക്കലും ഒരു വേർഡ് ബൈ ഹാർട്ട് ചെയ്തിട്ട് നമുക്ക് വൊക്കാബ് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം കണക്ട് ചെയ്ത് പഠിക്കുക. 4ാമത്തെ ടിപ്പ് വരുന്നത് നമ്മൾ പഠിക്കുന്ന വൊക്കാബ് സെൻറ്റൻസായിട്ട് യൂസ് ചെയ്യുക. അത് ഓൾറെഡി പറഞ്ഞു, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നെന്നുള്ളൂ. സെൻറ്റൻസായിട്ട് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും ഒരു വേർഡ് യൂസ് ചെയ്യാതെ നമ്മൾ അത് ഓർത്തിരിക്കത്തില്ല. യൂസ് ചെയ്യാതെ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ, നമ്മൾ ഓർക്കുകയില്ല. ഡെയിലി നമ്മൾ പഠിക്കുന്നത് അത് ഡെയിലി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സ്പീക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് സ്പീക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് വളരെ എഫക്റ്റീവ് ആയിരിക്കും, റിമെമ്പർ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതിയിലും ഫോളോ ചെയ്യുക. പിന്നെ ഒരു ടിപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ
സെൻറ്റൻസ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിററിൽ നോക്കി നമ്മൾ തന്നെ സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലൊരു ടിപ്പ് തന്നെയാണിത്, നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക. വോയിസ് റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്രമാത്രം ആ ഒരു സ്പീക്കിംഗ് കറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നതാണെങ്കിലും, വേർഡ്സിന് നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് വരുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് നമുക്ക് അത് കറക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ കോൺഫിഡൻസോട് കൂടി മിറർ നോക്കി പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലൂടെ നമ്മുടെ കോൺഫിഡൻസും കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാനായിട്ടോ അതോ മണിക്കൂറോളം നമ്മൾ ഇരുന്ന് പഠിക്കുകയോ ഒന്നുമല്ല വേണ്ടത്. പഠിക്കുന്നത് നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കുക, അപ്പോൾ നമുക്ക് എഫക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ ജർമ്മൻ ആണെങ്കിലും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എത്രമാത്രം മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നു അത്രവേ നമ്മളത് യൂസ് ചെയ്യുന്നു, എത്രത്തോളം നമ്മളത് യൂസ് ചെയ്യുന്നു അതുപോലെ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്മാർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ച്യൂസ്.